പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗട്ടൻ ഫോക്കസ്. വികസന ഭാരതത്തിലേക്കുള്ള 11 വർഷങ്ങൾ. ജനശാക്തീകരണത്തിന്റെ നായകനായി നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുവാൻ തുടങ്ങിയിട്ട് 11 വർഷങ്ങൾ പിന്നിടുന്നു. ഒരു ദശാബ്ദക്കാലം കൊണ്ട് വികസിത ഭാരതത്തിലേക്ക് രാജ്യം നടന്നെടുത്തു. പ്രതിസന്ധികളുടെ കാലത്ത് പ്രത്യാശയുടെ കരങ്ങളായി ലോകരാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ ഭാരതം വിശ്വഗുരുവായി നിലയുറപ്പിച്ചു. ഇന്ന് ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നു. വിപ്ലവകരമായ നേട്ടങ്ങളുടേതും അഭൂതപൂർവമായ വളർച്ചയുടേതും കൂടിയായിരുന്നു കഴിഞ്ഞ 11 സംവത്സരങ്ങൾ. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ മുന്നോട്ടുള്ള കുതിപ്പിന് വികസന വേഗം പകർന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മുതൽ രാമക്ഷേത്ര നിർമ്മാണം വരെ, ഡിജിറ്റൽ ഇന്ത്യ എന്ന വിപ്ലവത്തിൽ തുടങ്ങി ഒരു രാജ്യം ഒരു നികുതി എന്ന GST സംവിധാനത്തിലേക്ക്, വനിതാ സംവരണ ബിൽ, മുത്തലാഖ് നിരോധനം, വഖഫ് ബിൽ ഭേദഗതി തുടങ്ങിയ അഭിവൃദ്ധിയുടെ കുതിപ്പ് തുടരുന്ന റെയിൽവേയുടെ പുതിയ വേഗങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ മോദി ഭരണകാലഘട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ധൂറിലൂടെയും നടത്തിയ ധീരമായ സൈനിക നടപടികൾ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു. ജനോപകാരപ്രദമായ പദ്ധതികളിലൂടെയും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വിജയമന്ത്രത്തിലൂടെയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിയുടെ യാത്ര തുടരുകയാണ്. ഇസ്രായേലും ഭാരതത്തിൽ നിന്ന് ആയുധം വാങ്ങുന്നു. ഓപ്പറേഷൻ സിന്ധൂറിൽ കരുത്ത് തെളിയിച്ച ഇന്ത്യൻ ആയുധങ്ങൾ ആഗോള ആയുധമേഖലയെ തന്നെ കീഴടക്കുകയാണ്. ബ്രഹ്മോസ് ഉൾപ്പെടെ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും യുദ്ധവിമാനങ്ങളും വാങ്ങുന്നതിനായി മറ്റു രാജ്യങ്ങൾ ആവശ്യങ്ങൾ അറിയിക്കുകയും ചില രാജ്യങ്ങൾ ഭാരതവുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ ഇസ്രായേലും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. തീവ്രവാദം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇസ്രായേൽ നൂതനമായ ആയുധ നിർമ്മാണ രംഗത്ത് വലിയ വൈദഗ്ധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഭാരതത്തിലെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായ നിബെ ലിമിറ്റഡുമായി 1.5 ബില്യൺ രൂപയുടെ കരാറിലാണ് ഇസ്രായേൽ ധാരണയായിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള 300 കിലോമീറ്റർ വരെ ദീർഘദൂര പ്രഹരശേഷിയുള്ള റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇസ്രായേൽ ഭാരതത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യം ഭാരതത്തിലെ ആയുധങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നത് ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് വലിയ ഉത്തേജനമാണ് നൽകുക. നരേന്ദ്രമോദി എന്ന ദീർഘദൃഷ്ടിയുള്ള നേതാവിന് കീഴിൽ മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ ലോക വിപണി കീഴടക്കുന്ന അമൃതകാലത്തിലൂടെ ഭാരതം അതിവേഗം സഞ്ചരിക്കുകയാണ്. ചരക്കുമായി ഇന്ത്യൻ റെയിൽവേ ഇനി അതിവേഗം കുതിച്ചുപായും. വികസന കുതിപ്പിനൊപ്പം ചരക്ക് ഗതാഗതത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ച് ഭാരതീയ റെയിൽവേ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ 9000 HP ശേഷിയുള്ള ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഗുജറാത്തിലെ ദാഹോദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദാഹോദിൽ 3 വർഷം മുൻപ് പ്രധാനമന്ത്രി തറക്കല്ലിട്ട ഈ ഫാക്ടറിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച ആദ്യ എഞ്ചിനാണ് ഇന്ന് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചത്. അതോടൊപ്പം ഗുജറാത്തിലെ ലോക്കോമോട്ടീവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വികസന വേഗത്തിൽ അതിവേഗം മുന്നേറുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പുതിയ 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവ് പ്ലാന്റ് പ്രധാന പങ്കുവഹിക്കും. 120 കിലോമീറ്റർ വരെ വേഗത്തിൽ പായുന്ന ഈ എഞ്ചിൻ 4500 മുതൽ 5000 ടൺ വരെ ഭാരം വഹിക്കുവാൻ കഴിയുന്നതാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 1200 എഞ്ചിനുകൾ ഈ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം. ചരക്ക് ഗതാഗതത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നേരിട്ടും അല്ലാതെയുമായി 10,000-ലേറെ പേർക്ക് തൊഴിൽ നൽകുവാനും ഫാക്ടറിയിലൂടെ സാധിക്കുമെന്നത് മറ്റൊരു പ്രധാന നേട്ടമാണ്. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കവച് സംവിധാനവും പൂർണ്ണമായും വൈദ്യുതീകരിച്ച ട്രെയിൻ പാതകളും വന്ദേ ഭാരത് ഉൾപ്പെടെ വികസന ട്രാക്കിലേക്ക് മറ്റൊരു നേട്ടം കൂടെ ചേർത്തുകൊണ്ട് കുതിപ്പ് തുടരുകയാണ് ഭാരതീയ റെയിൽവേ. ഭാരതം ലോകത്തിന് നൽകുന്ന പുതിയ ലോകാത്ഭുതം. ഹിമാലയത്തിന്റെ ഹൃദയത്തിലൂടെ വന്ദേ ഭാരത് കുതിച്ചു തുടങ്ങിയപ്പോൾ കശ്മീർ താഴ്വരയുടെ മഞ്ഞുമേഘങ്ങളെയും കടന്ന് വികസനത്തിന്റെ ചൂളം വിളി കശ്യപന്റെ മണ്ണിനെ ഈ രാഷ്ട്രത്തോട് ഗാഢമായി കണക്ട് ചെയ്യുകയായിരുന്നു. 70 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിനും അതിനു മുൻപേയുള്ള ബ്രിട്ടീഷുകാർക്കും സാധിക്കാത്തത് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനു ശേഷം 3 വർഷം കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്.
ബ്രിട്ടീഷുകാർക്ക് പോലും നേടാൻ കഴിയാത്തത് നിങ്ങൾക്ക് കഴിഞ്ഞു മോദിജി. ചെനാബ് പാലം യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഒമർ അബ്ദുള്ള പറഞ്ഞ ഈ വാക്കുകളിൽ ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായ സ്വപ്ന സാഫല്യത്തിൽ നിന്നുതിർന്ന ആനന്ദത്തെയാണ് രാജ്യം കണ്ടത്. കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് പടുത്തുയർത്തിയ ചെനാബ് പാലവും ആൻജി പാലവും ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ അത്ഭുതങ്ങളായി മാറുകയാണ്. ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരവുമായി ഉരുക്കിൽ തീർത്ത ചെനാബ് ബ്രിഡ്ജ് ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ളതാണ്. രാജ്യവുമായി ജമ്മു കാശ്മീരിൻ്റെ റെയിൽ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതോടുകൂടി കാശ്മീരിലെ വ്യാവസായിക മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും ഉൾപ്പെടെ വലിയ നേട്ടമാണുണ്ടാകുക. ചെനാബ് പാലം ഉയരം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുമ്പോൾ ഒരു നിർമ്മിതി എന്നതിനപ്പുറത്ത് അത് ജമ്മു കാശ്മീരിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെ കൂടി പ്രതീകമാവുകയാണ്. ജപ്പാനെ കടന്ന് ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഭാരതം. ജപ്പാനെ മലർത്തിയടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം ചരിത്ര നേട്ടം കൈവരിച്ചു. ഇന്ന് നമ്മളാണ് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി. ജപ്പാനെ പിന്നിലാക്കിയതാണ് $4 ട്രില്യൺ സാമ്പത്തിക അടിത്തറയിൽ ഭാരതം ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നത്. ഏപ്രിലിൽ IMF പുറത്തിറക്കിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഭാരതത്തിൻ്റെ നോമിനൽ GDP $4.187 ലക്ഷം കോടി പ്രവചിക്കുന്നുണ്ട്. അടുത്ത 2 വർഷത്തിലും ലോകത്തിലെ അതിവേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി തന്നെ ഭാരതം തുടരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതം 2025-ൽ 6.2%, അടുത്ത വർഷം 6.3% വളരും. അതായത് ആഗോള വളർച്ചയേക്കാൾ ഇരട്ടിയാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച. US പ്രഖ്യാപിച്ച താരിഫുകൾ ആഗോള വിപണിയിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. US തീരുവ കാരണം ലോകത്ത് സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഭാരതത്തിൻ്റെ ഈ നേട്ടമെന്നതും ശ്രദ്ധേയമാണ്. 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായാണ് കൃത്യമായ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്നത്. വരും വർഷങ്ങളിൽ മുൻപിലുള്ള ജർമ്മനിയെയും കീഴടക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്നാണ് നിലവിലെ വളർച്ചയുടെ തോത് അടയാളപ്പെടുത്തുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അമേരിക്ക, ചൈന, ജർമ്മനി എന്നിവരെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് 1ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വൈകാതെ ഭാരതം മാറുക തന്നെ ചെയ്യും.